നമസ്കാരം. പാട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഇന്നത്തെ പാട്ട് സഞ്ചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതുപോലെ ഒട്ടനവധി സംഗീത ശകലങ്ങൾ ഇത്തരത്തിൽ ജോൺസൺ മാഷുടേതായിട്ട് പിറവിയെടുത്തിട്ടുണ്ട്. അതൊരു ക്ലാസിക് സംഗീത സംവിധായകന് മാത്രം സാധ്യമാവുന്ന കാര്യമാണ്. നമ്മൾ ഈ മലയാള ചലച്ചിത്ര രംഗത്ത് ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ടല്ലോ, സംഗീത കൂട്ടുകെട്ട്. അതായത് വയലാർ ദേവരാജൻ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ ഏറ്റവും ശക്തമായ ഒരു കൂട്ടുകെട്ടാണ് ONV ജോൺസൺ മാഷ്. നമ്മൾ തമാശയ്ക്കൊക്കെ പറയുമല്ലോ, മഴ കട്ടൻ ചായ ജോൺസൺ മാഷിൻ്റെ പാട്ട്. കാര്യം ഗംഭീരമാണെന്നുള്ളതാണ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ദിവസം ഗംഭീരമാണെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ പാട്ടുകൾ എങ്ങനെയാണ്, അവരുടെ കൂട്ടുകെട്ട്? അതെ, ലാല് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആവർത്തിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ONV സാറും ജോൺസൺ മാഷും ഒരുമിച്ച് ചേർന്ന അതിമനോഹരമായിട്ടുള്ള പാട്ടുകൾ. എത്രയെങ്കിലും ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ജോൺസൺ മാഷ് ദേവരാജ മാഷിൻ്റെ ശിഷ്യൻ ആണ് എന്നുള്ളതാണ്. ശിഷ്യൻ എന്നുള്ളതിന് പല നമുക്ക് തലത്തിലും അതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും ദേവരാജ മാഷിനൊപ്പമാണ് സംഗീത രംഗത്ത് ശക്തമാവുന്നത് ജോൺസൺ മാഷ്. പിന്നീട് സ്വന്തമായിട്ട് പാട്ടുകൾ സംഗീതം ചെയ്തു തുടങ്ങി. ജോൺസൺ മാഷിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് പാട്ടുകൾക്കപ്പുറത്ത് ഈ തിരക്കഥയെ കുറെ കൂടി ശക്തിമത്താക്കുന്ന തരത്തിലുള്ള പശ്ചാത്തല സംഗീതം. ഇന്ത്യൻ സംഗീത രംഗത്ത്, ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്ത് മറ്റാർക്കും ആ തരത്തിലുള്ള ഇമോഷൻസ്, ഭാവങ്ങൾ സിനിമയുടെ ദൃശ്യങ്ങൾക്കൊപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. ഏറ്റവും കുറഞ്ഞപക്ഷം മലയാളത്തിലെ ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീതകാരനാണ് ജോൺസൺ മാഷ്. നമ്മൾ പാട്ടുകളെപ്പോലെ തന്നെ മൂളി നടക്കുന്നവയാണ് പശ്ചാത്തല സംഗീതവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കിപ്പോൾ തൂവാനത്തുമ്പികളിലെ വിഖ്യാതമായിട്ടുള്ള ഈണം നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, അത് ജോൺസൺ മാഷിൻ്റെ ഈണമാണ്. പ്രണയത്തെ വ്യാഖ്യാനിക്കുന്ന സംഗീതം. അതുപോലെ ഒട്ടനവധി സംഗീത ശകലങ്ങൾ ഇത്തരത്തിൽ ജോൺസൺ മാഷുടേതായിട്ട് പിറവിയെടുത്തിട്ടുണ്ട്. അതൊരു ക്ലാസിക് സംഗീത സംവിധായകന് മാത്രം സാധ്യമാവുന്ന കാര്യമാണ്. മറ്റൊന്ന്, വരികളുടെ അർത്ഥം മനസ്സിലാക്കി സംഗീതം ചെയ്യുന്ന ഒരു പ്രത്യേകത. അത് തീർച്ചയായിട്ടും ദേവരാജൻ മാസ്റ്ററുടെ സ്കൂളിങ്ങിൽ നിന്ന് കിട്ടിയതാണ്. കാരണം വരിയുടെ ഒരു വാക്കോ ഒരു അക്ഷരമോ തെറ്റായിട്ട് ഉച്ചരിക്കുകയോ തെറ്റായിട്ട് വിഗ്രഹിക്കുകയോ ചെയ്യാത്ത പാട്ട് സംഗീതം ചെയ്യുന്ന സംഗീത സംവിധായകൻ ആണ് ജോൺസൺ മാഷ്. ഈ കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പാട്ട് പ്രത്യേകം ശ്രദ്ധേയമാണ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് അതിൻ്റെ സംഗീതം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ താളം കൊണ്ടുകൂടി ശ്രദ്ധേയമാണ്. ONV സാറ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. ഇത് ജോൺസൺ മാഷുമായിട്ട് ഈ പാട്ട് സംഗീതം ചെയ്ത് കഴിഞ്ഞപ്പോൾ ONV സാറ് ചോദിച്ചതിന് മറുപടിയായിട്ട് ജോൺസൺ മാഷ് പറഞ്ഞു, ഇത് ഒട്ടകം നടക്കുന്ന താളത്തിൽ ചെയ്ത പാട്ടാണ്. ആ താളത്തിൻ്റെ പേര് എനിക്ക് പറയാനറിയില്ല, പക്ഷേ മലയാളത്തിൽ ഉള്ള താളം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ കർണാടക സംഗീതത്തിലൊക്കെ ഉപയോഗിക്കുന്ന താളം തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുമറിയാം, ഈ പാട്ടിൻ്റെ ഈണത്തിൽ ഒട്ടകം നടക്കുന്നത് സങ്കല്പിച്ച് നോക്കുക. ഒട്ടകത്തിൻ്റെ കാലിൻ്റെ ചലനങ്ങൾ ഈ താളത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള താളവും കൂടി പ്രയോഗിച്ച ഒരു പാട്ടാണ് മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്ന ഈ പാട്ട്. ഇത് ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിൽ, ഭരതൻ്റെ സിനിമയിൽ ജോൺ പോൾ തിരക്കഥ എഴുതിയ, നെടുമുടി വേണുവും ശാരദയും പ്രധാന വേഷങ്ങൾ അഭിനയിച്ച ആ സിനിമയിലുള്ള മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ജോൺസൺ മാഷിൻ്റെ രാജഹംസം എന്നുള്ള പാട്ട്.
അതെ, രാജഹംസമേ എന്ന് പറയുന്ന പാട്ട് KS ചിത്ര പാടി അതിമനോഹരമാക്കിയ ഒരു പാട്ടാണ്. അത് നേരത്തെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഭരതൻ, ONV സാറ്, ജോൺസൺ മാഷ് അവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന പാട്ടാണ്. നമുക്ക് ചമയം എന്ന് പറയുന്ന സിനിമ പലതുകൊണ്ടും പ്രത്യേകതയാർന്ന ഒരു സിനിമയാണ്. അതൊരു യവനികയ്ക്ക് ശേഷം ഒരു നാടക പശ്ചാത്തലത്തിൽ പറയാൻ ശ്രമിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ നല്ല പാട്ടുകൾ ആണ് ഉള്ളതെല്ലാം. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ പാട്ടാണ് രാജഹംസമേ. 2 തരത്തിലാണ് അതിൻ്റെ പ്രത്യേകത. ഒന്ന്, ഒരു യവന നാടകം ആണ് ആ ചമയം സിനിമയിൽ മുരളിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിനു പറ്റിയ ബിംബങ്ങൾ പ്രയോഗിക്കുന്ന ഒരു പാട്ട്. രാജഹംസമേ മഴവിൽ ചിറകിൽ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. അത് വാസ്തവത്തിൽ തടങ്കലിൽ കിടക്കുന്ന യവന നായകന് അയാളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നായികയുടെ മനസ്സിൽ നിന്ന് രൂപപ്പെടുന്ന പാട്ടാണ്. അതുപോലെ തന്നെ ആ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ മാനസിക സഞ്ചാരവും ആ പാട്ട് വ്യക്തമാക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ONV ജോൺസൺ കൂട്ടുകെട്ടിൻ്റെ ഒരു അടയാളമാണ് ആ പാട്ട്. അപ്പോൾ ഷെറിൻ നമുക്ക് ആ പാട്ടൊന്ന് പാടിത്തരുമല്ലോ? തീർച്ചയായും സർ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. അങ്ങനെ ഒത്തിരി പാട്ട് വിശേഷങ്ങൾ പങ്കുവച്ചാൽ നമ്മുടെ ഇന്നത്തെ പാട്ട് സഞ്ചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒത്തുചേരാം. നമസ്കാരം.